ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. യേശുക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത വചനം യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാം വാക്യമാണ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അതേ കാര്യം തന്നെ 35-ാം വാക്യത്തിൽ 36-ാം വാക്യത്തിൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 2 വശങ്ങൾ ഇന്ന് ധ്യാനിക്കാം. ഒന്നാമത്തേത് 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, അത് യേശുക്രിസ്തു എന്ന വ്യക്തി തൻ്റെ വ്യക്തിപ്രഭാവത്താലും തൻ്റെ അധികാരത്താലും തൻ്റെ ശക്തിയാലും മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന വിവിധങ്ങളായ കെട്ടുകളെ, അടിമത്വങ്ങളെ അസാധുവാക്കുന്ന അതിമനോഹരമായ അനുഭവമാണ് 36-ാമത്തെ വാക്യം. അതായത് പലരു കൂടി ഒരാളെ കെട്ടിയിട്ടിരിക്കുന്നു. കെട്ടിയിട്ടത് ശക്തന്മാർ ചേർന്നാണ്. അവരുടെ നോട്ടത്തിൽ തക്കതായ കാരണമുള്ളത് കൊണ്ടാണ് കെട്ടിയിട്ടത്. പക്ഷെ ആ കാരണങ്ങളെല്ലാം തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതായിരുന്നു. ആ സമയത്ത് അതുവഴി വന്ന സകല മനുഷ്യരും ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി. അങ്ങനെ കെട്ടപ്പെട്ടവനായി ഇവൻ കിടക്കുമ്പോൾ ആ ദേശത്തിൻ്റെ അധിപനായ രാജാവ് അതുവഴി വരുന്നു എന്നിരിക്കട്ടെ, സന്ദർഭവശാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക മകൻ വർഷങ്ങളായി വീട് വിട്ടുപോയിരിക്കുകയായിരുന്നു. കൊട്ടാര രഹസ്യങ്ങൾ അധികം പേരോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകനെ കാണുന്നില്ല കുറെ നാളായിട്ട്. അടുത്ത കിരീടാവകാശി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് സംശയമുണ്ടാകും. അതുകൊണ്ട് പ്രജകൾ ഇതറിഞ്ഞിരുന്നില്ല. ഈ പയ്യൻ എന്തോ മാനസിക വൈകല്യം നിമിത്തം ഏതോ സ്ത്രീകളെ കയറി ഉപദ്രവിക്കുകയോ മറ്റെന്തൊക്കെയോ വിക്രിയകൾ കാട്ടിക്കൂട്ടിയതുകൊണ്ട് നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ച് ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. സന്ദർഭവശാൽ അതുവഴി വന്ന രാജാവ് തൻ്റെ ഏക മകൻ്റെ മുഖം ദൂരെ നിന്ന് കണ്ടപ്പോൾ വാഹന വ്യൂഹങ്ങളോട് നിൽക്കാൻ പറയുന്നു. സന്നദ്ധ ഭടന്മാരുടെ സഹായം കൂടാതെ ഇദ്ദേഹം ചാടിയിറങ്ങുന്നു. യൗവനക്കാരനെ ബന്ധിച്ച് നിർത്തിയ ആളുകളെല്ലാം അന്തം വിട്ട് മാറി നിൽക്കുന്നു. അദ്ദേഹം ഓടി മുമ്പോട്ട് ചെന്നിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സൈനികരോട് പറഞ്ഞു, അഴിക്കവനെ. അഴിച്ചു. കയറ്റവനെ വണ്ടിയല്ലേ കയറ്റി. അവിടെ നിന്ന ആയിരക്കണക്കിന് മസിൽ പവറുള്ള നാട്ടിലെ മിടുക്കന്മാർ
അന്തം വിട്ട് നിൽക്കുമ്പോൾ വണ്ടി വിട്ടുപോയി. ഇവിടെ ന്യായങ്ങളില്ല, വിശദീകരണങ്ങളില്ല, ചോദ്യങ്ങളില്ല, ഉത്തരമില്ല, എൻക്വയറി ഇല്ല, ഒന്നുമില്ല. ഇത് അധികാരം കൊണ്ട് നടത്തിയതാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് എല്ലാവരും മേലോട്ട് നോക്കി നിന്നു. നാളുകൾ കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ തന്നെ ആ രാജ്യത്തിൻ്റെ രാജാവായി തീർന്ന ഒരു കഥയുണ്ട്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ മനുഷ്യർ പിശാചിനാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്, ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയാണ്. കൈ മാത്രമല്ല, കണ്ണും കെട്ടിയിരിക്കുകയാണ്. ചില തീവ്രവാദ സംഘങ്ങൾ ആളുകളെ തട്ടിക്കൊണ്ടുപോയാൽ കണ്ണും കൂടെ കെട്ടും, കൈയും കെട്ടും. ഇതുപോലെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുത്തി, കൈയും കാലും ചലനശേഷി നഷ്ടപ്പെടുത്തി ബന്ധിച്ചിട്ടിരിക്കുന്ന മനുഷ്യനെ അഴിച്ചുവിടാൻ ആർക്ക് കഴിയും? പൗലോസ്ലീഹ ഒരു ഭാവനാ രൂപത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? റോമാലേഖനത്തിൽ 7-ാം അധ്യായത്തിലാണ് നിലവിളി, എന്നെ ആർ വിടുവിക്കും? ആ കഥ പറയുമ്പോൾ പൗലോസ് ആ നാട്ടിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം ഓർത്തുകൊണ്ട് പറയുന്നുവെന്നാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത്. അതായത് ക്രൂര കുറ്റവാളികളെ ശിക്ഷിക്കുന്ന പല രീതികൾ റോമാക്കാർക്കുണ്ടായിരുന്നു. അതിലൊന്നാണ് മൃഗങ്ങളുടെ മുമ്പിൽ ഇടുക, മറ്റൊന്നാണ് കുരിശിൽ തൂക്കുക, മറ്റൊന്നാണ് ശവശരീരത്തോട് ചേർത്ത് കെട്ടിയിടുക. ഏതെങ്കിലും ശവശരീരത്തോട് ചേർത്ത് ഈ മനുഷ്യനെ കെട്ടി വെയിലത്ത് പരസ്യമായിട്ടിടുക. അത് വർണ്ണിക്കാൻ ഞാൻ അശക്തനാണ്. അവിടെ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ നിലവിളിക്കുന്ന നിലവിളിയാ പൗലോസ് ഏറ്റെടുത്തെന്നാ പറയുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ ജഡത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ആ ശവത്തോട് കെട്ടപ്പെട്ട മനുഷ്യൻ കരയുമായിരുന്നത്രേ. അയാൾ കരഞ്ഞ് അയാളുടെ ശബ്ദം അടച്ച് അയാൾ മരിക്കത്തേ ഉള്ളൂ. കാരണം ആരെങ്കിലും അഴിച്ചുവിടാൻ തയ്യാറായാൽ അവനെ കെട്ടിയിട്ട കോടതി, അവനെ കെട്ടിയിട്ട സമൂഹം അഴിച്ചു വിടുന്നവനെ പിടിച്ച് ശവത്തോട് ചേർത്ത് കെട്ടുന്നത് സാധാരണ സംഭവമായിരുന്നു. അതുകൊണ്ട് ആരും അഴിച്ചുവിടാൻ തയ്യാറാകത്തില്ല. പൗലോസ് നിലവിളിക്കുന്നു, എന്നെ ആർ വിടുവിക്കും? കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ മറുപടി പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ ചോദ്യങ്ങളില്ലാതെ, വിശദീകരണങ്ങളില്ലാതെ, ആരുടെയും കൺസെന്റ് ഇല്ലാതെ, അധികാരം മാത്രം ഉപയോഗിച്ച് നോക്കി നിൽക്കുന്നവരുടെ മുഴുവനും വായടപ്പിച്ചുകൊണ്ട് കെട്ടഴിച്ചു വിട്ട ഒരു ശക്തിയാണ് യേശു ക്രിസ്തു. ഇന്നും സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് യേശുവിന്റെ ശക്തിയോടെയുള്ള സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊരു 150 മൈൽ അകലെ ഒരു യോഗത്തിൽ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തു വെച്ച ഒരു മനുഷ്യൻ, എന്ന് പറഞ്ഞാൽ മറ്റൊരു കുടുംബത്തെ വകവരുത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ച മനുഷ്യൻ, സുവിശേഷ പ്രസംഗത്തിന്റെ ഇടയിൽ നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടി സ്റ്റേജിൽ വന്നു. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ 2 പ്രാവശ്യം ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചു വന്നതാണ്. ഇവിടെ ആർക്കും അറിയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജിലിരിക്കുന്ന ഒരാളെ എന്നേക്കുമായി വകവരുത്താൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. എനിക്കിത് ഏറ്റുപറയുന്നില്ലെങ്കിൽ ഞാൻ ഹാർട്ട് പൊട്ടി മരിക്കും. അവിടെ നിന്ന് ആളുകൾ
സ്റ്റേജിൽ നിന്ന് ആളെ എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ തമ്മിൽ ആരാണ്? ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനുമാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് അറിയില്ല, വിവരിക്കുന്നില്ല. ഇത് വെളിപ്പെടുത്താൻ കഴിവുള്ള ആരുണ്ട് ലോകത്തിൽ? മരണവും കഴിഞ്ഞ് ശവടക്കം കഴിഞ്ഞ് കുഴി മാന്തി പോസ്റ്റ്മോർട്ടം നടത്തിയാലും ആളെ പിടിക്കണമെന്നില്ല. കർത്താവായ യേശു സ്വതന്ത്രമാക്കുന്നത് ഇങ്ങനെയാണ്. മറഞ്ഞിരിക്കുന്ന കയറുകൾ പോലും, മറഞ്ഞിരിക്കുന്ന കെട്ടുകൾ പോലും ആരോടും ചോദിക്കാതെ അഴിക്കാൻ അധികാരമുള്ളവൻ, ആരും അഴിക്കാതെ വണ്ണം കെട്ടുന്നവൻ, ആരും കെട്ടാതെ വണ്ണം അഴിക്കുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, അവന്റെ പേര് യേശു. യേശുവിന്റെ നാമത്തിൽ ഈ കെട്ടഴിക്കുന്ന ശക്തി, ഈ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി ഇന്ന് കക്കാടിൽ ഇറങ്ങി വന്നിരിക്കുന്നു. യേശു കർത്താവ് ആരോടും ചോദിക്കുന്നില്ല. അവൻ ഒരാളെ അഴിച്ചുവിടാൻ തീരുമാനിച്ചാൽ അവൻ അഴിച്ചുവിടുക തന്നെ ചെയ്യും. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ഒരു കഴുതയെ കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോയി അതിനെ അഴിക്കണം. ആരെങ്കിലും ചോദിച്ചാൽ ആരെങ്കിലും ചോദിക്കും. അഴിച്ചുവിടുന്നത് കെട്ടിയവർക്ക് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. തലമുറ തലമുറകളായി കെട്ടിയിട്ട അതിന്റെ പിന്നിലെ ശക്തിക്ക് ഇത് ഇഷ്ടമല്ല. ഈ മീറ്റിംഗ് ഇഷ്ടമല്ല, ഈ പാട്ട് ഇഷ്ടമല്ല, ഈ പ്രസംഗം ഇഷ്ടമല്ല. എന്നാൽ അവനെയും അവന്റെ തലമുറയെയും പോലും ബന്ധിച്ചുകൊണ്ട് തലമുറകളായി കെട്ടിയിട്ട കുടുംബങ്ങളെ അടിച്ചുവിടുന്ന ദൈവശക്തി ഇന്ന് രാവിലെ ഇവിടെ വ്യാപരിക്കുക. ഈ ബന്ധനങ്ങൾ സ്കാനിംഗ് മിഷനിൽ തെളിയത്തില്ല. ഈ ബന്ധനങ്ങൾ എക്സ്റേയിൽ തെളിയത്തില്ല. ഈ ബന്ധനങ്ങൾ ബ്ലഡ് ടെസ്റ്റിലൂടെ കിട്ടത്തില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ തുളയ്ക്കപ്പെട്ട രശ്മികൾ കൊണ്ട് മാത്രമേ ഈ കെട്ടുകളുടെ ചുവട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാവിലെ ആ അധികാരം ഇവിടെ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാവിലെ ആ സ്വാതന്ത്ര്യത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശരീരത്തിലും മനസ്സിലും തലച്ചോറിലും കുടുംബത്തിലും വർഷങ്ങളായി ഇരുട്ടുകൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനങ്ങൾ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുന്നു. കർത്താവായ യേശു സ്വാതന്ത്ര്യം നൽകാൻ വന്നവനാണ്. ഒരു പഞ്ചായത്ത് മുഴുവനും ഒരു സ്ത്രീക്കെതിര്, ഒരു പഞ്ചായത്ത് മുഴുവനും ഒരു ബലഹീനയായ സ്ത്രീക്ക് എതിര്. സ്ത്രീ എന്ന പരിഗണനയും അവൾക്ക് ലഭിച്ചിട്ടില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ചാനലുകൾ അവളെ സപ്പോർട്ട് ചെയ്തേനെ. ആരും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളെ ആര് സപ്പോർട്ട് ചെയ്യാനാ? ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലല്ലേ വേറെ 10 പേര് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ആരും സപ്പോർട്ട് ചെയ്യാത്തവരെ ആരാ സപ്പോർട്ട് ചെയ്യുക? ഇതാ എല്ലാവരും മറുപക്ഷം ചേർന്നു അവളെ കൊല്ലണം, അവളെ കൊല്ലണം. അവൾക്ക് ആങ്ങളമാരില്ലായിരിക്കുമോ? അവൾക്ക് വീട്ടിൽ ആരുമില്ലായിരിക്കുമോ? ആരും ഇടപെട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? സ്നേഹക്കുറവ് കൊണ്ട് മാത്രമല്ല, വെറുപ്പ് കൊണ്ട് മാത്രമല്ല, നിസ്സഹായത കൊണ്ടാണ്. കാരണം സമൂഹം എതിരായിരിക്കുന്നു,
മതം എതിരായിരിക്കുന്നു, ദൈവവും എതിരായിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹായിക്കാൻ വരുന്നവർക്കും ഉള്ളിൽ പേടിയാണ്, സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഉള്ളിൽ ഭയമാണ്. അതുകൊണ്ട് ആരും സഹായിക്കാൻ തയ്യാറല്ല. ഇവിടെ കർത്താവായ യേശുവിന്റെ അടുക്കൽ ഈ കേസ് വരികയാണ്. ഇവിടെ യേശു അവളെ സ്വതന്ത്രമാക്കി. ആരോടും ഒന്നും ചോദിച്ചില്ല, ആരുടെയും വിശദീകരണം അവൻ ആവശ്യപ്പെട്ടില്ല. എന്തിനു ബന്ധിച്ചു, എത്ര പേര് ചേർന്ന് ബന്ധിച്ചു, ആർക്കൊക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം, തെളിവുകൾ എത്രമാത്രം കയ്യിലുണ്ട്, ടെലിഫോൺ സംഭാഷണം വല്ലതുമുണ്ടോ, വീഡിയോ വല്ലതുമുണ്ടോ, എഴുത്തുകുത്ത് വല്ലതുമുണ്ടോ, ഫോട്ടോ വല്ലതുമുണ്ടോ, ഒന്നും ചോദിച്ചില്ല. സാക്ഷികളുണ്ടോ, ഒന്നും ചോദിച്ചില്ല. ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പാഠം, കർത്താവായ യേശു ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നതിന് ഭൂമിയിൽ ആരുടെയും കൺസെന്റ് വേണ്ട, ഭൂമിയിൽ ആരുടെയും അഭിപ്രായം വേണ്ട, ഭൂമിയിൽ ആരുടെയും ആലോചന വേണ്ട, വീട്ടിലുള്ളവരുടെ പോലും അഭിപ്രായം അവൻ ആരായുകയില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരാളെയും, അവനെ അഭയം ചൊല്ലുന്ന ഏതൊരാളെയും, അവന്റെ അടുക്കൽ വരുന്ന ഏതൊരാളെയും സ്വതന്ത്രമാക്കാനുള്ള അധികാരം അവനിൽ ഉണ്ട്. അവനവിടുത്തെ മതങ്ങളുടെ അനുവാദം വേണ്ട, പഞ്ചായത്തിന്റെ അനുവാദം വേണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ അനുവാദമോ, ഗവൺമെന്റിന്റെ അനുവാദമോ, പോലീസിന്റെ അനുവാദമോ അവൻ ചോദിച്ചില്ല. അവൻ വളരെ ശാന്തമായിട്ട് അവളെ സ്വതന്ത്രയാക്കി. പോകാ, ഇനി പാപം ചെയ്യരുത്. ഇവിടെ വിശദീകരണങ്ങളില്ല, പഠിപ്പിക്കലുകളില്ല, ചോദ്യോത്തരങ്ങളില്ല, പോസ്റ്റ്മോർട്ടമില്ല, ഹിയറിംഗ് ഇല്ല, ഒന്നുമില്ല. അധികാരം മാത്രം ഉപയോഗിച്ച് സ്വതന്ത്രമാക്കുക. വാസ്തവത്തിൽ അങ്ങനെ സ്വതന്ത്രമായവരാണ് കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. വിശദീകരണം ചോദിച്ചിരുന്നെങ്കിൽ, ന്യായങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ, അഭിപ്രായം ചോദിച്ചിരുന്നെങ്കിൽ ആരും പറയാൻ കാണത്തില്ല. അവൻ നേരിട്ടിടപെട്ടത് കൊണ്ടാണ് നിന്റെ കുടുംബം സ്വതന്ത്രമായത്. അവൻ നേരിട്ടിടപെട്ടത് കൊണ്ടാണ് നിന്റെ ശരീരം സ്വതന്ത്രമായത്. അവൻ നേരിട്ടിടപെട്ടത് കൊണ്ടാണ് നിന്റെ രോഗം മാറിയത്. അവൻ നേരിട്ടിടപെട്ടത് കൊണ്ടാണ് ഇന്ന് നീ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം ഇന്ന് കേൾക്കുന്ന, ഈ ശബ്ദം എന്നെങ്കിലും കേൾക്കുന്ന, എവിടെയിരുന്നും കേൾക്കുന്ന യുവാവേ, യുവതി, മാതാവേ, പിതാവേ, ശ്രദ്ധിച്ചു കേട്ടോ. നിന്നെ സ്വതന്ത്രമാക്കാൻ അധികാരമുള്ള ഒരുത്തന്റെ പേര് യേശു. മടിക്കണ്ട, ലജ്ജിക്കണ്ട, മടുക്കണ്ട, സംശയിക്കണ്ട. അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ സ്വതന്ത്രനാക്കും. അവൻ നിന്നെ ശാരീരികമായി സ്വതന്ത്രനാക്കും, മാനസികമായി സ്വതന്ത്രനാക്കും, സാമ്പത്തികമായി സ്വതന്ത്രനാക്കും, പാപത്തിൽ നിന്ന് വിടുവിക്കും, ശാപത്തിൽ നിന്ന് വിടുവിക്കും, നാശത്തിൽ നിന്ന് വിടുവിക്കും, മരണത്തിൽ നിന്ന് വിടുവിക്കും. അവൻ സ്വതന്ത്രമാക്കുന്നവൻ തന്നെ. കാർൽ മാർക്സ് പറഞ്ഞു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അതിനോട് മതമേലാളന്മാർ യോജിക്കത്തില്ലെങ്കിലും സുവിശേഷകന്മാർ യോജിക്കും. മതങ്ങൾ മനുഷ്യനെ സ്വതന്ത്രമാക്കുകയല്ല, പിന്നെയോ ബന്ധിക്കുകയാണ്, കുടുക്കുകൾ വീണ്ടും ഇടുകയാണ്. എന്നാൽ യേശു ക്രിസ്തു മനുഷ്യനെ ബന്ധിക്കുകയല്ല, സ്വതന്ത്രമാക്കുകയാണ്. അവനെ വിളിച്ചപേക്ഷിക്കുന്ന, അവനെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ഏതൊരാളെയും സ്വതന്ത്രമാക്കുവാൻ യേശു ഇന്നും ജീവിക്കുന്നു. കൈകൾ ഉയർത്തി മഹത്വം കൊടുക്കുക. യേശു അവളെ സ്വതന്ത്രമാക്കി. ആരോടും അഭിപ്രായം ചോദിച്ചില്ല, അധികം സമയവും എടുത്തില്ല. ഒറ്റ വാക്കിൽ അവൾ സ്വതന്ത്രമായി. പ്രിയപ്പെട്ടവരെ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് ഒരു പട്ടാള ഓഫീസർ യേശുവിനോട് പറഞ്ഞു. യേശു പറഞ്ഞു,
നിന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കാൻ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരാം. പട്ടാളക്കാരൻ പറഞ്ഞു, യജമാനനെ ക്ഷമിക്കണം, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ, ഞാനൊരു ക്യാപ്റ്റനാണ്, എൻ്റെ കീഴിൽ പട്ടാളക്കാരുണ്ട്, എൻ്റെ മുകളിലും പട്ടാളക്കാരുണ്ട്. എൻ്റെ മുകളിലുള്ള ഓഫീസർ ഒരു ഓർഡർ ഇട്ടാൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ അനുവാദമില്ല. ഒരു ഓർഡർ വന്നാൽ അതനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ പട്ടാളത്തിന്റെ പുറത്താണ്, ഞാൻ ജയിലിലാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഗോ എന്ന് പറഞ്ഞാൽ വൈ എന്നൊരു ചോദ്യമില്ല. പോയിരിക്കും, പോയില്ലെങ്കിൽ അവനെ വിട്ടിരിക്കും. ഇതാണ് പട്ടാളം. കർത്താവേ, അങ്ങേ ഞാൻ പട്ടാളം പഠിപ്പിക്കുകയല്ല, നീ ഇതിനേക്കാളെല്ലാം വലിയ കമാൻഡറാണ്, നീ ഇതിനേക്കാളും വലിയ മേജർ ജനറലാണ്. നീ പറഞ്ഞാൽ അനുസരിക്കാത്ത ആരുമില്ല. യജമാനനെ, എന്റെ കീഴിൽ 100 പടയാളിയുണ്ട്, 1000 പടയാളിയുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കും, പക്ഷെ വേറെ ആരും അനുസരിക്കത്തില്ല. എന്നാൽ നീ പറഞ്ഞാൽ 100 പേരല്ല, 1000 പേരല്ല, ഇന്ത്യക്കാരല്ല, ഏഷ്യക്കാരല്ല, ആഫ്രിക്കക്കാരല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നിനക്കുണ്ടെന്ന് എനിക്കറിയാം. നീ പറഞ്ഞാൽ അനുസരിക്കാത്ത ആരുമില്ല, ഒന്നുമില്ല. ഇന്നിവിടെ ഈ വചനം കേൾക്കുന്നവർക്ക് ഒരു ദൂതുണ്ട്. ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്ക്, ലൈവ് ഇത് കേൾക്കുന്നവർക്ക് ഒരു ദൂതുണ്ട്. അവന്റെ അധികാരത്തിന്റെ വലിപ്പം നീ തിരിച്ചറിഞ്ഞാൽ വിടുതലിന്റെ വലിപ്പം വർദ്ധിക്കും. അവന്റെ അധികാരത്തിന്റെ ആഴം നീ തിരിച്ചറിഞ്ഞാൽ വിടുതലിന്റെ ആഴം നിനക്കിന്നറിയാം. അവന്റെ അധികാരത്തിന്റെ വലിപ്പം നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ വിടുതലിന്റെ വലിപ്പം നീ അറിയും. താങ്ക് യു ജീസസ്. ആമേൻ. ഓർത്തോയുടെ ഡോക്ടറുടെ അടുക്കൽ ചെന്ന് എല്ലിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ത്വക്കിനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓർത്തോയുടെ ഡോക്ടർക്ക് ത്വക്കിന് മരുന്ന് തരാൻ പറ്റില്ല. അയാൾ പറയും, അപ്പുറത്തെ റൂമിൽ ചെല്ല, സ്കിൻ സ്പെഷ്യലിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒന്നിന്റെ ആളുടെ അടുക്കലല്ല. സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. അവന്റെ പേരാണ് യേശു. പട്ടാളക്കാരൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ എന്തിനെന്റെ വീട്ടിൽ വരണം? 36 കിലോമീറ്റർ അകലെ എന്റെ കൂടാരത്തിൽ നീ ഒന്നും വരണ്ട. നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലൂടെ ആ ശബ്ദ തരംഗങ്ങൾ എന്റെ വീട്ടിലെത്തി എന്റെ ബാല്യക്കാരന്റെ തലച്ചോറ് മുതൽ പാദം വരെ തൊട്ടു തലോടി രോഗബന്ധനങ്ങൾ അഴിക്കുമെന്ന് എനിക്കറിയാം. നീ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കമ്പാനിയൻസ് ക്ലബിൽ ഇരിക്കുന്ന എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിന്റെ പ്രിയപ്പെട്ടവർ ഓസ്ട്രേലിയയിലിരുന്ന് ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുമെന്ന്, നിന്റെ പ്രിയപ്പെട്ടവർ അമേരിക്കയിലിരുന്ന്, ജപ്പാനിലിരുന്ന്, ചൈനയിലിരുന്ന്, ഡൽഹിയിൽ, ബോംബെയിൽ ഇപ്പോൾ ഈ വചനത്താൽ സൗഖ്യം പ്രാപിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? യേശുവിൻ രക്തത്താൽ ജയം, യേശുവിൻ രക്തത്താൽ ജയം. നീ നിനക്ക് വേണ്ടി മാത്രമല്ല യോഗം കൂടുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മനസ്സിൽ നീ ആരെയോ വഹിക്കുന്നുണ്ട്, നിന്റെ മനസ്സിൽ നീ ആരെയോ ചുമക്കുന്നുണ്ട്. നിന്നിലൂടെ ദൈവശക്തി അവരിലേക്ക് എത്തി വിടുതൽ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന വർഷമായിരിക്കും ഈ വർഷം. പരിശുദ്ധാത്മാവിൽ
അറിയാൻ പറ്റുന്നുണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിടുതലിന്റെ ആഴങ്ങൾ. പരിശുദ്ധാത്മാവിൽ അറിയാൻ പറ്റുന്നവർക്ക് ആരാധന സമർപ്പിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നവർ ഹൃദയം തുറന്ന് ദൈവത്തിന് മഹത്വം കരയറ്റട്ടെ. ആ വിടുതൽ ഒരു വലിയ അഗ്നി പോലെ കത്തിപ്പടരട്ടെ. ഒരു പക്ഷേ ഈ ആലയത്തിൽ ഇപ്പോൾ വന്നിട്ടില്ലാത്ത ചിലർക്കും കൂടെ ഇതിന്റെ വിടുതൽ വെളിപ്പെടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ അധികാരം പിറവത്ത് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അധികാരം, ആ അധികാരം, ആ അധികാരം, ആ അധികാരം, ആ അധികാരം പിറവത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ അപ്ലൈ ചെയ്യുന്നു. ശരീരത്തിൽ അറിയത്തക്കവണ്ണം, മനസ്സിൽ അറിയത്തക്കവണ്ണം ഇന്ന് പകലിൽ അത് വെളിപ്പെട്ടു വരട്ടെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. പുത്രൻ നിങ്ങൾക്ക് 8:36 പുത്രൻ യേശുക്രിസ്തു ദൈവപുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് ഫൈനലായിരിക്കും എന്നല്ലേ ആ വാക്യത്തിന്റെ അർത്ഥം? യോഹന്നാൻ 8:36 പുത്രൻ അഥവാ ദൈവപുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ അത് ഭാഗികമായിരിക്കത്തില്ല, അത് താൽക്കാലികമായിരിക്കത്തില്ല, അത് ആത്യന്തികമായിരിക്കും, അത് ഫൈനലായിരിക്കും. അവൻ അഴിച്ചാൽ പിന്നെ ആരും അഴിക്കേണ്ടി വരില്ല, അവൻ തൊട്ടാൽ പിന്നെ ആരും തൊടേണ്ടി വരില്ല. അവന്റെ സൗഖ്യം പൂർണ്ണമാണ്, അവന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാണ്. ഞാനത് വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? കൈ ഉയർത്തി പറ, കർത്താവേ, നീ തരുന്ന സൗഖ്യം പൂർണ്ണമാണ്, നീ തരുന്ന സ്വാതന്ത്ര്യം ഫൈനലാണ്. നീ പറഞ്ഞ വാക്കിന് മുകളിൽ ഒരു വാക്കില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കുഞ്ഞെ, നിന്നെ കുറിച്ച് അവനൊരു വാക്ക് പറഞ്ഞാൽ അത് ഫൈനലാ. മകളെ, നിന്നെ കുറിച്ച് അവനൊരു വാക്ക് പറഞ്ഞാൽ അത് ഫൈനലാ. അതിന്റെ മുകളിലൊരു വാക്കില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കുരിശിലെ കള്ളനോട് അവനൊരു വാക്ക് പറഞ്ഞു, ഇനി അതിന് മുകളിലൊരു വാക്കില്ല. ഏറ്റെടുക്കണം, ഏറ്റെടുത്തേ പറ്റൂ ഈ ദൂത്. നിന്നോട് അവനൊരു വാക്ക് പറഞ്ഞാൽ അതിന്റെ മുകളിലൊരു വാക്കില്ല. ഇന്നത്തെ പകലിനൊരു പ്രത്യേക മെസ്സേജ് പറയുക. നിന്നെ കുറിച്ചോ, നിന്റെ തലമുറയെ കുറിച്ചോ, നിന്റെ കുടുംബത്തെ കുറിച്ചോ അവനൊരു വാക്ക് പറഞ്ഞാൽ അത് ഫൈനലാ. Praise the Lord. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, വേണേ ഇപ്പൊ പുരോഹിതന്മാരെ കാണിച്ചോളാൻ. പക്ഷെ രോഗിയെ സൗഖ്യമാക്കിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടില്ല. ഇല്ല,
പക്ഷപാതക്കാരൻ 38 കൊല്ലം കിടന്നവനാ. നിന്നിട്ടില്ല, നടന്നിട്ടില്ല, ഇരുന്നിട്ടില്ല, കിടന്നിട്ടേ ഉള്ളൂ. അവനോട് ഒറ്റ വാക്കുകൊണ്ട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. വീട്ടിൽ ചെല്ലുമ്പം ഒന്ന് എക്സ്റേ എടുത്ത് നോക്കിയേക്കണമെന്ന് പറഞ്ഞില്ല. അവൻ രോഗസൗഖ്യം തന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടില്ല. അവൻ പറയുന്ന വാക്ക് ഫൈലരാ. നീ ഒന്ന് വിശ്വസിച്ചാ മതി. ആമേൻ. പിറവിയിലെ കുരുടനായവൻ, ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്തവൻ, ചേറും പൂശി കുളത്തിലേക്ക് വിട്ടിട്ട് കുളത്തിൽ നിന്ന് കയറിയിട്ട് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിച്ചേര്, വേണമെങ്കിൽ ഒരു കണ്ണാടി കൂടെ വെച്ചോ, പറഞ്ഞില്ല. അവന്റെ വാക്കിന് മുകളിലൊരു വാക്കില്ല. അവന്റെ വാക്ക് അന്തിമമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ച് വിധി പറയേണ്ടത് അവനാ, നമ്മളെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത് അവനാ, അവന്റെ വാക്ക്. എന്നാൽ കുഷ്ഠരോഗിയോട് പറഞ്ഞു, പുരോഹിതനെ ഒന്ന് കാണിച്ചേക്കാം. ഞാനത് വായിച്ചപ്പോൾ ഓർത്തത് എന്തിനാ പറയാം. യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. കുഷ്ഠരോഗിയാണെന്ന് വിധിക്കുന്നത് ഡോക്ടറല്ല, ബ്ലഡ് ടെസ്റ്റ് അല്ല, പുരോഹിതനാ. പുരോഹിതൻ പരിശോധിക്കണം, പാട് വടുവുള്ളിടം ചുണങ്ങുള്ളിടം പരിശോധിക്കണം. 7 ദിവസം പരിശോധിച്ചിട്ട് ഒരു കുഷ്ഠരോഗിയാണെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ചർച്ച വരാൻ പറ്റുകയില്ല. ഇനിയും ഇവനെ ചർച്ചയ്ക്ക് കയറ്റണമെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് വേണം. നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, നിന്റെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാ അയാളെ കാണിച്ചേക്കാൻ പറഞ്ഞത്. അവൻ നിന്നെ മാനിച്ചാൽ സമൂഹവും അതറിയണം. അവൻ നിന്നെ മാനിച്ചാൽ സമൂഹവും അതറിയത്തക്കവണ്ണം മാനിക്കും. അവൻ നിന്റെ നിന്ന മാറ്റിയാൽ സമൂഹവും അറിയത്തക്കവണ്ണം അവനത് ചെയ്യും. താങ്ക് യു ജീസസ്. ഇതറിയാവുന്നത് കൊണ്ടാണ് കഫർനഹൂമിലെ ശതാധിപൻ പറഞ്ഞത്, നീ എന്റെ പുരയ്ക്കകത്ത് വരണ്ട, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. യേശുക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അതെ, അവൻ തരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അധികാരം ഉപയോഗിച്ചുള്ള, പരമാധികാരം ഉപയോഗിച്ചുള്ള ഏകപക്ഷീയമായ ഫ്രീഡമാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും അതിൽ പങ്കില്ല, നിങ്ങൾക്കും അതിൽ പങ്കില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളെ അവൻ സ്വതന്ത്രനാക്കി, നിങ്ങൾ അറിയാതെ നിങ്ങളെ അവൻ വിടുവിച്ചു, നിങ്ങൾ അറിയാതെ നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നു, നിങ്ങൾ അറിയാതെ ഈ പുസ്തകം നിന്നെ കൊണ്ട് വായിപ്പിച്ചു, നീ അറിയാതെ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, നീയോ നിന്റെ വീട്ടുകാരോ അറിയാതെ തന്നെ നിന്റെ കെട്ടവൻ അഴിച്ചു. അത് അവന്റെ അധികാരമാണ്. ആമേൻ. അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവനോട് ആരെങ്കിലും വല്ലതും കാര്യം ചോദിക്കുമോ? നീ എന്തുകൊണ്ടത് ചെയ്തു, നീ എന്തുകൊണ്ടത് ചെയ്തില്ല? അവൻ ആരോട് ചോദിക്കാതെ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയിൽ വരത്തില്ലെന്ന് എനിക്ക് 101% അറിയാം. ലോകത്തിൽ ആരോട് ചോദിക്കാതെ വിളിച്ചത് കൊണ്ടാണ് ഈ മിനിസ്ട്രി ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അവന്റെ വാക്കിന്റെ മുമ്പിൽ മാത്രമാണ്. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതിരുന്ന പീറ്റർ, അവൻ നൽകുന്ന സ്വാതന്ത്ര്യം നിന്റെ ഭൗതിക വിഷയങ്ങളിലേക്കും വ്യാപിക്കും. ഒന്നാമത്തേത് മാനസികമായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്ന സ്ത്രീയെ മാനസികമായി ബന്ധിച്ചിരിക്കുകയാണ്. അവൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടതൊരു മെന്റൽ ഫ്രീഡമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ വേണ്ടത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. സാമ്പത്തികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? അത് പിടിപ്പില്ലാത്തതുകൊണ്ടാ. സാമ്പത്തികമായി ബന്ധനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? പിടിപ്പില്ലാത്തതുകൊണ്ടാ, ബുദ്ധിയോടെ ചെയ്യാത്തതുകൊണ്ടാ, ബിസിനസ് അറിയാത്തത് കൊണ്ടാ, വരവറിഞ്ഞ് ചെലവ് ചെയ്യാത്തത് കൊണ്ടാ, ഭാര്യയുടെ കഴിവുകേടാ, ഭർത്താവിന്റെ പിടിപ്പുകേടാ, അമ്മായിയപ്പന്റെ നോട്ടക്കുറവാ. ഇതൊക്കെ തെറ്റാ. അങ്ങനെയൊക്കെ ഉണ്ട് ഭൂമിയില്.
പക്ഷെ നീ എത്ര വാരിക്കൂട്ടിയാലും ഒന്നും കൈ വരാത്ത ഒരു ശാപം നിന്റെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ എത്ര ബുദ്ധിയോടെ ചെയ്താലും ഒന്നും വരികയില്ല. എന്ത് ചെയ്താലും ഒടിവ് വരുമ്പോൾ ദാരിദ്ര്യത്തിൽ ചെന്ന് അവസാനിക്കും. ഇതൊന്നും ആർക്കും കണ്ടുപിടിക്കാനൊന്നും കഴിവില്ല. ഇവിടെ സുവിശേഷത്തിന് മാത്രമേ ഇതിന്മേൽ വെളിച്ചം കൊടുക്കാൻ പറ്റത്തുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ ഇതിന്മേൽ വെളിച്ചം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. വല്ലപ്പോഴും വല്ലതും ഒന്ന് കിട്ടും, അത് അന്ന് തീർക്കും. എന്നും കടം, എന്നും ഞെരുക്കം, എന്നും ദാരിദ്ര്യം, എന്നും അടിമത്വം, എന്നും കരച്ചില്, എന്നും നിലവിളി. ഒരിക്കലും ഒരു ഫ്രീഡം ഇല്ല. ഇതാണ് പത്രോസിന്റെ ജീവിതം. യേശു കർത്താവ് അവിടേക്ക് ചെന്നു. അവന്റെ പടകിലേക്ക് കയറി. അവനോട് പറഞ്ഞു വലയിറക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. അവൻ പറഞ്ഞത് സത്യമാണ്, ഒന്നും കിട്ടിയില്ല. ആ വാക്കിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഒന്ന്, ഞങ്ങൾ നന്നായി പരിശ്രമിച്ചു, പക്ഷേ ഫലം ഇല്ല. ആ വാക്കിൽ ഇനി എന്താ അടങ്ങിയിട്ടുള്ളത്? ഇവിടെ ഇനിയും ഒരു ഫലം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ ഇന്ന് വരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഇന്ന് ഇവിടെ മത്സ്യം കിട്ടത്തില്ല. എന്നാൽ അടുത്തൊരു വാക്കുണ്ട്, എങ്കിലും. ഒരെങ്കിലുമാണ് അത്ഭുതം കൊണ്ടുവരുന്നത്. ഒരെങ്കിലുമാണ് വിടുതൽ കൊണ്ടുവരുന്നത്. കാര്യങ്ങൾ പ്രതികൂലമാണ്, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കും. ഒന്നിനും ഉത്തരം കാണുന്നില്ല, എങ്കിലും നീ എന്നോട് പറഞ്ഞ വാക്കുകളെ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ തൊടുന്നത് എല്ലാം പ്രതികൂലമാണ്, എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞാൻ പ്രതികൂലങ്ങളുടെ മേൽ കണ്ണ് വെക്കുന്നില്ല. അടഞ്ഞ വാതിലുകൾ എനിക്ക് വിഷയമല്ല, മുൻപിൽ പോകുന്നവന്റെ വാക്കാണ് എനിക്ക് വിഷയം. പ്രിയപ്പെട്ടവരെ, സാധ്യതകൾ ഉള്ളിടത്ത് പ്രവർത്തിക്കുന്നവന്റെ പേരല്ല യേശു. സാധ്യതകൾ ഇല്ലാത്തടത്ത് പ്രവർത്തിക്കുന്നവന്റെ പേരാണ് യേശു. സാധ്യതകൾ ഉള്ളിടത്ത് പ്രവർത്തിക്കുന്നവന്റെ പേര് മനഃശാസ്ത്രജ്ഞൻ. സാധ്യതകൾ ഉള്ളിടത്ത് പ്രവർത്തിക്കുന്നവന്റെ പേര് മന്ത്രവാദി. സാധ്യതകൾ ഉള്ളിടത്ത് പ്രവർത്തിക്കുന്നവന്റെ പേര് വൈദ്യൻ, സൈക്കാട്രിസ്റ്റ്, പൊതുജന പ്രവർത്തകൻ. ഇവരൊക്കെ സാധ്യത ഉണ്ടോന്ന് നോക്കും, സാധ്യത ഇല്ല സ്റ്റാൻഡ് വിടും. എന്നാൽ എന്റെ യേശു വന്നിട്ട് സാധ്യത ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാലേ ഇടപെടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് രാവിലെ വ്യക്തികളെ നോക്കുക. സാധ്യതകൾ അസ്തമിച്ച എത്ര വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്, സാധ്യതകൾ അസ്തമിച്ച എത്ര കുടുംബങ്ങൾ ഇതിവിടെ ഉണ്ട്. അവരുടെ മേൽ അവന്റെ കണ്ണ് ഇന്ന് രാവിലെ അഗ്നിജ്വാല പോലെ പാഞ്ഞു വരിക. ചരിത്രം തിരുത്തി എഴുതുന്ന മീറ്റിങ്ങുകളാണിത്. ജീവിതത്തിന്റെ ചരിത്രം മാറ്റി എഴുതുന്ന മീറ്റിങ്ങുകളാണിത്. ഇത് ചെറിയ മീറ്റിംഗ് അല്ല, ഇത് വലിയ മീറ്റിംഗ് ആണ്. ഡെസ്റ്റിനേഷൻ മാറ്റുന്ന മീറ്റിംഗ് ആണ്. നിന്റെ തലവര തിരുത്തുന്ന പ്രഭാതമാണിത്. ഷബാന ഖമാന ധരാസിയ റോഷാദില ഖമാന ഹർഗാദഗാസിയ റിബാന ഷംദാ റിഗസത്തരാസിയ റബ. പ്രിയപ്പെട്ടവരെ, ചെവി തുറന്നു കേട്ടെ. ഇമോഷൻ ഞാൻ വിശ്വസിക്കുന്നു, ഇമോഷൻ ഉണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കണം. നോട്ട് ഓൺലി ഇമോഷൻ. ഇമോഷൻ മാത്രം പോരാ. കർത്താവ് ഇന്ന് നോക്കുന്ന എന്നാന്നറിയോ? അവളെ എനിക്കൊന്ന് സഹായിക്കണം, എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ല, അതല്ല നോക്കുന്നത്. ഒരു സാധ്യതയില്ലാത്ത ആളെ വേണം ആദ്യം എനിക്ക് സഹായിക്കാൻ. ഒരു സാധ്യതയുമില്ലാത്ത വിഷയത്തിൽ വേണം എനിക്ക് ആദ്യം ഇടപെടാൻ. സാധ്യതകൾ തീർന്നു എങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമെന്ന് പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു. താങ്ക് യു ജീസസ്. അതുകൊണ്ട് സാധ്യതകൾ തീർന്നവരില്ല,
വളരെ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. സാധ്യതകൾ തീർന്നവർ, വാതിൽ അടയപ്പെട്ടവർ, പ്രതീക്ഷകൾ മങ്ങിയവർ, നിരാശ മുഖത്തു വന്ന് വീണവർ ഇന്ന് രാവിലെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. നിരാശയുടെ കരിമ്പട കെട്ട് ഇന്ന് രാവിലെ മാറിപ്പോകുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അതിന്റെ അർത്ഥം ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പറയുന്നു, ഇവിടെ മീൻ ഇല്ല. ഉണ്ടെങ്കിലും ഇന്ന് കിട്ടത്തില്ല. ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തതാ, ഞങ്ങൾ നന്നായിട്ട് ഉഴപ്പില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. രാത്രി മുഴുവൻ വെറുതെ ഇരിക്കില്ലായിരുന്നു, അധ്വാനിച്ചു, വർക്ക് ചെയ്തതാണ്. നീ വർക്ക് ചെയ്തില്ല എന്ന് ആരും പറയത്തില്ല. നീ വർക്ക് ചെയ്തു, പക്ഷെ ഒന്നും ബാക്കിയില്ല അല്ലേ? നീ വർക്ക് ചെയ്തു, ഒന്നും ബാക്കിയില്ല അല്ലേ? ദൈവത്തിന് ഭയങ്കര താല്പര്യമാണ് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ. ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. നിന്നെ ഒരു മോഡലാക്കി മാറ്റാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നിന്നിലൂടെ പലരോട് ദൈവത്തിന്റെ സ്വഭാവം കാണിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. 2, ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പറയുന്നു, ഇന്നിനി ഇവിടെ സാധ്യതയില്ല. യേശുവിന്റെ മറുപടി, ഇവിടെയാണ് സാധ്യത. പത്രോസ് പറയുന്നു, എങ്കിലും ജീവിതത്തിൽ ഒരു എങ്കിലും ആയിട്ട് ഇന്ന് വീട്ടിലേക്ക് പോകണം. എങ്കിലും 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 താങ്ക് യു ജീസസ്. നിന്റെ വാക്കിനെ ഞാൻ വിലയിറക്കാം. നിങ്ങൾക്കറിയാമോ, ഇറക്കുവീൻ എന്ന ആ വാക്ക് തിരുവായിൽ നിന്ന് വീണപ്പോ തിരുവാക്ക് കൊണ്ട് സൃഷ്ടിച്ച മത്സ്യങ്ങൾ ഓടിയ പടകിന്റെ അടുത്തെത്തി. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? കടലിൽ മത്സ്യങ്ങൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞവൻ ഇപ്പൊ പടകിലിരിക്കുക. കടലിൽ മത്സ്യങ്ങൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് പറഞ്ഞവൻ ഈ പടകിലിരിക്കുക. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശുവീൻ എന്ന് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവീൻ എന്ന വാക്ക് തിരുവായിൽ നിന്ന് വീണപ്പോൾ തിരുവാ കൊണ്ട് നിർമ്മിച്ച മത്സ്യങ്ങൾ പെരുന്നാളിന് വരുന്ന പോലെ ഇടിച്ചു വന്ന് ഈ പടകിന്റെ അടുത്ത് വന്ന് നിന്നു. അവരൊരൊറ്റ ചിന്തയുള്ളൂ, ഒരു വല വന്ന് ഞങ്ങളുടെ വേത്തോട്ടൊന്ന് വീഴണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മ വരുന്നതൊക്കെ ഇങ്ങനെയാ. അങ്ങനെയാണെ കടം മാറാൻ 12 മണിക്കൂറുള്ള ഒരു രാത്രി വേണ്ട. നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് 6 മാസമൊന്നും വേണ്ട. പൊട്ടനെ പോലെ അങ്ങ് വിശ്വസിച്ചോ. ഇത് പ്രസംഗം മാത്രമല്ല, ഇത് പ്രവചനവും കൂടിയാ. ഇത് പ്രസംഗം മാത്രമല്ല, പ്രവചനവും കൂടിയാ. നിന്റെ സ്ഥിതി മാറ്റും. മത്സ്യങ്ങളെല്ലാം കൂടെ വന്ന് ക്യൂ ആയിട്ട് വന്ന് വല കയറി. വല കീറുമാറായി. ഈ മീൻപിടുത്തത്തിന്റെ മുമ്പിൽ പത്രോസ് പൊട്ടിക്കരയുക. എന്നെ പൊട്ടിക്കരയത് പല കാര്യങ്ങളുണ്ട്. പത്രോസിനോട് ചോദിക്കണം, നമുക്കറിയില്ല. എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. ഞാൻ എത്ര മണ്ടനാ. ഞാൻ ഇന്നലെ മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞെങ്കിൽ കാര്യങ്ങൾക്ക് എത്ര എളുപ്പമുണ്ടായിരുന്നു. അവൻ വാവിട്ട് കരഞ്ഞു. അവനെ പടകും വിട്ടു, ആ മത്സ്യം ഉപേക്ഷിച്ച് യേശുവിന്റെ കൂടെ പോയി. കാരണം ഇവൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതും ഇതുമൊക്കെ. പ്രിയപ്പെട്ടവരെ, പടകിലും ആശ്രയിക്കരുത്, വലയിലും ആശ്രയിക്കരുത്, ബാലൻസ് വന്ന മത്സ്യത്തിലും ആശ്രയിക്കരുത്. വാക്ക് പറഞ്ഞവനെ മാത്രമേ ആശ്രയിക്കാവുള്ളൂ. അവന്റെ വാക്കുണ്ടെങ്കിൽ നിനക്കെന്നും സമൃദ്ധിയാ. അവന്റെ വാക്കുണ്ടെങ്കിൽ നിന്റെ പേഴ്സ് കാലിയാകത്തില്ല. അവന്റെ വാക്കുണ്ടെങ്കിൽ നിന്റെ പാസ്ബുക്ക് കാലിയാകത്തില്ല. അവന്റെ വാക്കുണ്ടെങ്കിൽ. കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ ജീസസ്.
അവൻ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം പത്രോസിന് കൊടുത്തു. ജീസസ്. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിന്റെ ഇടയ്ക്ക് പറയുന്നു, ഇന്നിവിടെ വന്ന ആർക്കോ വേണ്ടി ഒരു സാമ്പത്തിക വിടുതൽ ദൈവം കൽപ്പിക്കുന്നു. ഒരു സാമ്പത്തിക വിടുതൽ, ഒരു സാമ്പത്തിക വിടുതൽ, ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഏറ്റെടുക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഓ ഷമനറ ഹസനാതി കമന ഓ റബ ശംദൽ ഖാദിരി ഹത്തൽ കനാദന ഓ റബ ബലബ ശാന്തിനി ആസര. കരങ്ങളടിച്ച് ശക്തിയോടെ വായ തുറന്ന് ആ വിടുതലൊന്ന് അനുഭവിക്കുക, 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 അനുഭവിക്കുക. ഏറ്റെടുത്തോണ്ട് പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സ്വതരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുമ്പോൾ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇനിവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാം. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാം. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ,